പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു കഥയാണ് പറയുന്നത്. കഥ എന്ന് വെച്ചാൽ നടന്ന കഥയാണ്, സംഭവ കഥ എന്നാണ് പറയപ്പെടുന്നത്. പണ്ട് തലശ്ശേരി കണ്ണൂർ ഭാഗത്ത് പറഞ്ഞു കേട്ട ഒരു കഥയാണ്. ഇതിൻ്റെ ശീർഷകം മഴയത്തെ പൊക്കിളെ നീയെ സാക്ഷി. മഴയത്തെ പൊക്കിളെ നീയെ സാക്ഷി. ഇപ്പോൾ മഴയത്ത് പൊക്കിള എന്ന് പറയുന്നത് പണ്ടത്തെ മഴയൊക്കെ അങ്ങനെയാണ്. തുള്ളിക്ക് ഒരു കുടം എന്നെല്ലാം പറയുന്ന പോലത്തെ മഴയായിരുന്നു പണ്ട് കാലത്ത്. നമ്മുടെ ഇലക്കെ ചെറുപ്പകാലത്ത് ഓടിൻ്റെ മേലിൽ നിന്ന് വീഴുന്ന വെള്ളത്തിന് താഴെ വീഴുമ്പോൾ അതിൻ്റെ ശരിക്കൊരു പൊക്കിള വലിയൊരു കൂടാരം കമിഴ്ത്തി വെച്ച പോലെ ഉണ്ടാവും ആ കാലത്ത്. അപ്പോൾ അങ്ങനെയുള്ള ആ കാലത്ത് നടന്നൊരു സംഭവമാണ്. ഒരു 2-3 പേർ ചേർന്ന് ഒരാളെ തല്ലിക്കൊന്നു. ഈ മഴയത്താണ് സംഭവം നടന്നത്. തലശ്ശേരി ആ ഭാഗത്ത് എവിടെയാണ് എന്നാണ് പറയുന്നത്. എൻ്റെ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥയാണ്. അപ്പോൾ ഒരു വിജനമായ ആരുമില്ല ആ ഭാഗത്ത്. അന്നത്തെ കാലം ജനസംഖ്യയെല്ലാം കുറഞ്ഞ കാലമാണ്. അടുത്തടുത്ത വീടുകളൊന്നുമില്ല. അപ്പോൾ ഇയാളെ കൊല്ലുമ്പോൾ ആരും ഇല്ല. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇയാൾക്ക് തോന്നി ഞാൻ ഇനി രക്ഷപ്പെടില്ല. അപ്പം 2-3 ആൾ ചേർന്ന് മർദ്ദിച്ച അവസാനം അയാൾ മരിക്കാൻ നേരത്ത് പറഞ്ഞു, സാക്ഷി ആരുമില്ല. അപ്പം മഴയത്തെ പൊക്കിളെ, അപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുക, മഴയത്തെ പൊക്കിളകൾ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, മഴയത്തെ പൊക്കിള എന്ന് വെച്ചാൽ ബബിൾസ്, നീയേ സാക്ഷി, മഴയത്തെ പൊക്കിളെ നീയേ സാക്ഷി എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ അദ്ദേഹത്തെ കൊല്ലപ്പെട്ടു. പിന്നെ അതെല്ലാം ആ വഴിക്ക് നടന്നു. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഒരു തെളിവുമില്ല. അന്നത്തെ കാലമല്ല, ആരും കണ്ടില്ല, സാക്ഷി ആരുമില്ല. അതിനാൽ വെറും സാക്ഷി മഴയത്തെ പൊക്കിള മാത്രം. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ എയും ബിയും സിയും ആണ് ഈ ഇദ്ദേഹത്തെ കൊന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരിക്കൽ ഈ 3 പേരും ഒരു കള്ള് ഷാപ്പിൽ കയറി നല്ലോണം, പണ്ടത്തെ കാലം കള്ളാണ്, കള്ളും ചാരായും. അപ്പോൾ കള്ള് ഷാപ്പിൽ കയറി മദ്യപിക്കുമ്പോൾ ഇവരുടെ ഉള്ളിലെ ഇത് പുറത്ത് വന്നു. അപ്പോൾ ഒരാൾ പറഞ്ഞു, എടാ അന്ന് നമ്മൾ അവനെ കൊന്നല്ലോ, ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, മഴയത്തെ പൊക്കിളെ നീ സാക്ഷി എന്ന് പറഞ്ഞിട്ടില്ലേ? അത് പറഞ്ഞ് ഓനങ്ങ് പോയത്. അതെന്താന്ന് പറഞ്ഞ് അങ്ങനെ വിട്ട്. അപ്പോൾ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പണ്ടത്തെ കാലത്തൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പറയുന്നതൊക്കെ CID ഉണ്ടാവും. CID പല രൂപത്തിൽ വരും. പിച്ചക്കാരൻ്റെ രൂപത്തിൽ വരും, പിന്നെ കള്ളൻ്റെ രൂപത്തിൽ വരും, ഭ്രാന്തൻ്റെ രൂപത്തിൽ വരും. അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ കള്ള് ഷാപ്പിൽ നിന്ന് ഇവർ പറയുന്നത് എന്താ, ചെറിയ ഹിൻഡ് കിട്ടിയിട്ടുണ്ടാവും. അതായിരിക്കും ഈ കള്ള് ഷാപ്പിൻ്റെ രാത്രിയല്ലേ ഇവർ കള്ളു കുടിക്കാന്ന് ഇപ്പം പറയുമ്പോൾ ഇവർ കേട്ടു. പിന്നെ CID റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് പോലീസ് അന്വേഷിച്ചു. അപ്പോൾ അവർ കുറ്റം സമ്മതിച്ചു. ഞങ്ങൾ തന്നെയാണ് അയാളെ കൊന്നതെന്നുള്ള കുറ്റം സമ്മതിച്ചു. അപ്പോൾ അങ്ങനെ അയാൾ ശിക്ഷിക്കപ്പെട്ടു. പണ്ടത്തെ ഏത് ശിക്ഷയോ, വധശിക്ഷയാണോ അല്ലെങ്കിൽ ജീവപര്യന്തമാണോ ഒന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കഥ കണ്ണൂർ പ്രത്യേകിച്ച് വിശിഷ്യ തലശ്ശേരി ഭാഗത്ത് കേട്ടിരുന്നു. മഴയത്തെ പൊക്കിളെ നീയെ സാക്ഷി. അപ്പോൾ സാക്ഷി ആരുമില്ല. അയാളത് പറഞ്ഞു. അത് CID കേട്ടു. CID നീതിന്യായ വ്യവസ്ഥിതി അറിയിച്ചു. അങ്ങനെ അയാൾ ശിക്ഷിക്കപ്പെട്ടു. അതാണ് പറയുന്നത്. നമ്മൾ എന്ത് കുറ്റം ചെയ്താലും ലാസ്റ്റ് എവിടെയെങ്കിലും ഒരു തുമ്പുണ്ടാവും എന്നാണ് ഇതുവരെ മനസ്സിലാക്കിയത്. ഈ ചെറിയൊരു കഥയല്ല, സംഭവം നടന്നതാണ് എന്ന് പറയുന്നത്. നടന്നതാണ് നടക്കാത്തതോ അറിയില്ല. ഇതാരും ഇങ്ങനെ ഫിക്ഷനായിട്ട് ഉണ്ടാക്കില്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയതല്ല ഏതായാലും. അപ്പോൾ അങ്ങനെ കേട്ടതാണ്, ചെറുപ്പത്തിൽ പറഞ്ഞു കേട്ടതാണ്. അപ്പോൾ ഈ ചെറിയ സംഭവ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നിങ്ങൾ ശശിധരൻസ് വ്ലോഗിനെ സബ്സ്ക്രൈബ്, ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും ശശിധരൻ്റെ നന്ദി, നമസ്കാരം.